ഓക്കെ സോ ഓക്കെ സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിൻഡോസ് ബിൽഡ്. അതിനുവേണ്ടി ആദ്യം വേണ്ട കാര്യം വെച്ചാൽ കുറച്ച് ഇമേജസ് വേണം. നമ്മൾ ഈ ടൈറ്റിലിനൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഇന്ന് ടൈറ്റിലിന് വേണ്ടി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളവൻ്റെ പെയിൻറ്റ് 3D യൂസ് ചെയ്ത് ഉണ്ടാക്കിയാണ്. സിമ്പിളാണ്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടെല്ലാം മാത്രമൊന്നും ചെയ്യുന്നു ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഒരു ഐക്കൺ ഫോൾഡർ വേണം, ICO ഫയൽ. ഇതൊരു ICO ഫയലാണ്. ഇത് നിങ്ങൾ PNG ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് PNG ടു ICO ഫയൽ ഇത് ടൂൾ കിട്ടും വെബിൽ. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ സോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രോജക്റ്റ് സെറ്റിങ്സ്. ഓക്കെ, പ്രോജക്റ്റ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യണം. ഇനി നിങ്ങൾക്ക് കമ്പനി നെയിം, പേര്, പിന്നെ പ്രോഡക്റ്റിൻ്റെ നെയിം, പിന്നെ ഒരു വേർഷൻ നമ്പർ കൊടുക്കണം. പിന്നെ ഡീഫോൾട്ട് ഐക്കൺ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഐക്കണുകളുണ്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമുക്ക് വിൻഡോസ് ആണ് ചെയ്യുന്നതിന് നമ്മൾ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യണം. ഇത് ആൻഡ്രോയിഡിനാണ്, നമ്മൾ പിന്നെ ചെയ്യും. അപ്പം നമ്മൾ ഈ വിൻഡോസിന് വേണ്ടിയാണ്. ഓക്കെ, ആൻഡ്രോയിഡിനാണ് ചെയ്യാൻ വിൻഡോസിനാണ് നമ്മളിപ്പോൾ വിൻഡോസിനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം നമ്മൾ ഈ ടൈറ്റിലുണ്ടല്ലോ, അതിന് സ്പ്രൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇമേജ് എടുത്തിട്ട് ഇമേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സൈഡ് ടെക്സ്റ്റ് ടൈപ്പ് ഈ നോർമൽ ഡീഫോൾട്ട് അല്ലെങ്കിൽ നോർമലായിരിക്കും കിടക്കണം. ഡീഫോൾട്ട് ആയിരിക്കും കിടക്കണം. ജസ്റ്റ് ഈ സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ അവസാനം ഈ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, നമ്മൾ ക്ലിക്ക് ചെയ്ത് തന്നാൽ മതി. ഇങ്ങനെ ഒരു അപ്ലൈ ബട്ടൺ ടൈപ്പ് ഒരു അപ്പിയറൻസ് വരും. അത് സ്പ്രൈറ്റ് എന്നാണ്. അതും ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും, എല്ലാത്തിലും അങ്ങ് ആയിക്കോളും. ഇതാണ് റെസൊല്യൂഷൻ. ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മാക്സിമൈസ്ഡ് ആയിട്ടുള്ള വരാം, അല്ലെങ്കിൽ വിൻഡോഡ് ഉണ്ട്. വിൻഡോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ സൈസ് കറക്റ്റ് സ്പെസിഫൈ ചെയ്താൽ മതി. മാക്സിമൈസ്ഡ് ആണ് മിക്കതും കൊടുക്കണം, അല്ലെങ്കിൽ മാക്സിമൈസ്ഡ് കൊടുക്കും. ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പ്ലാഷ് ഇമേജ് ചെയ്യാനുണ്ട്. സ്പ്ലാഷ് ഇമേജ് യൂണിറ്റി ലോഗോ പ്രിവ്യൂ കാണിച്ചില്ല, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ യൂണിറ്റി എന്ന് എഴുതി കാണിക്കുന്നു. പിന്നെ നമ്മളെ ലോഗോ, ഇതാണ് ഞാൻ കൊടുത്ത ഡിസൈൻ. നോർമലി വേണമെന്ന് വെച്ചാൽ യൂണിറ്റി ലോഗോ വരും, ഇങ്ങനത്തെ ഒരു ചിറ വരാൻ പോകുന്നത്. അത് ജസ്റ്റ് നമ്മൾ ആ ഇമേജ് മാത്രം കൊടുത്തിരിക്കുന്നത്. ഈ ട്രാപ്സ് ഉണ്ട്, ഇതന്നെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രിവ്യൂ കാണിച്ച ലോഗോ മണ്ടയിൽ നമ്മുടെ യൂണിറ്റിയിൽ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം യൂണിറ്റ് വന്നിട്ട് പിന്നെ നമ്മളെ ട്രാപ്സിൻ്റെ അത് നമുക്ക് ആ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. 2 seconds 3 seconds അത്രേ ഉള്ളൂ. പിന്നെ ഇത് മാറ്റാൻ പറ്റില്ല. പിന്നെ താഴോട്ടാക്കാം. ആദ്യം ട്രാപ്സ് കാണിക്കണമെങ്കിൽ അത് യൂണിറ്റ്, പിന്നെ ട്രാപ്സ്. ഓക്കെ, ഇനി ബിൽഡ് ചെയ്യാം മെയിനായിട്ടുള്ള. പിന്നെ നമ്മളെ ബിൽഡ് സെറ്റിങ്സ് നേരെ നമ്മളെ ഫയലിൻ്റെ താഴെ. ഓക്കെ, ബിൽഡ് സെറ്റിങ്സ് എന്നിട്ട് നമ്മളെ വിൻഡോസിനെ സെലക്ട് ചെയ്തേക്കണം. വിൻഡോസ് പിന്നെ എല്ലാം ഡീഫോൾട്ട്, പിന്നെ ഇന്റൽ 64 ബിറ്റ്. ഇനി നമ്മൾ ആദ്യം ഓൺ ചെയ്യേണ്ട സീൻ എന്നാണ്, അത് ഫസ്റ്റ് ഈ 0 ആദ്യം ഒന്ന് കിടക്കണം. നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനെ പിടിച്ച് മണ്ടയിലോട്ടാക്കാൻ, പിന്നെ താഴോട്ടാക്കാനും പറ്റും. എനിക്ക് ഹോമാണ് ആദ്യം വരേണ്ടത്, ഹോം ആദ്യം വെച്ച്. ബാക്കി സീൻസ് അത് പ്രശ്നമില്ല, ഏത് ഓർഡറിൽ വന്നാലും ആദ്യം ഹോം ഓർമ്മ. ഇനി ജസ്റ്റ് ഇങ്ങനെ ഈ ബിൽഡ് എന്നാണ് ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഏത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, ആ ഫോൾഡർ ഒന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, ഫോൾഡർ പേരും കൊടുത്ത് സെലക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പം നടക്കും, ഭയങ്കര സ്പീഡാണ്. ഓക്കെ, ഇതിപ്പോൾ നടക്കാനാണ്, പെട്ടെന്ന് നടന്നു. 18 seconds എന്നൊക്കെ പറയും. ഇത് ചെറിയൊരു ഗെയിം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ബിൽഡ് ആയിക്കോളും. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഓക്കെ, ബിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഓപ്പൺ ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ ആപ്പ്. ആപ്സ് ആണ് നമ്മൾ കൊടുത്ത ഐക്കൺ തന്നെയാണ് കിടക്കുന്നത്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഫുൾ സ്ക്രീനിലാണ് വരാൻ പോകുന്നത്. അതിന് ഒരു എക്സിറ്റ് ബട്ടൺ വെച്ചിട്ടുണ്ട് ഇവിടെ, ഈ ക്രോസ് ബട്ടൺ. ഇത്രേ ഉള്ളൂ. ഇതാണ് മെയിൻ സംഭവം. ഇനി അടുത്തതാണ്, ഇനി നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇൻസ്റ്റാളർ ഉണ്ടാക്കാൻ പറ്റും എളുപ്പം. ഇന്നോ ഇൻസ്റ്റാൾ എന്നുള്ള സംഭവമുണ്ട്. ഇന്നോ സെറ്റപ്പ് ഇൻസ്റ്റാൾ എന്നാണ്. സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് ആണ്, അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം.
ക്ലൗഡിലേക്ക് സ്റ്റേബിൾ റിലീസാണ് നല്ലത്. അതിൽ ഇത് റാൻഡം സൈറ്റ് യൂസ് എടുക്കണേന്ന് നല്ലതാണ് പറയണം. അപ്പോൾ ഓക്കെ, അത് ആയിട്ടുണ്ട് കേട്ടോ. അത് ഓപ്പൺ വെൻഡിന് കൊടുത്തേക്കും, അപ്പോൾ പെട്ടെന്ന് അങ്ങ് വന്നോളൂ. അത് ഓണായി. ഓക്കെ, ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ഉണ്ട്. ചുമ്മാ എക്സിറ്റ്, നെക്സ്റ്റ്. അത് നമുക്ക് വേണ്ട എന്തായാലും. നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ചു, ലോഞ്ചും കൊടുത്തു. ഇതാണ് നമ്മുടെ സംഭവം. ഇനി നമുക്ക് ക്രിയേറ്റ് കൊടുത്തു. ന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക, നെക്സ്റ്റ് വിളിക്കുക. ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ പേര് ആപ്ലിക്കേഷൻ വേർഷൻ നമ്മൾ 1.0 എന്നാണ് കൊടുത്തത്. 1.0 ഒക്കെ കമ്പനിൻ്റെ പേരോ ഡെവലപ്പറിൻ്റെ പേരോ എന്തോടെ കൊടുക്കും. അതിൻ്റെ CF ഒന്ന് കൊടുത്തു. എക്സാമ്പിൾ ഇത് വെബ്സൈറ്റ് ആവശ്യമില്ല, ഇല്ല നമുക്കത് കൊടുത്ത് വേണ്ട, ജസ്റ്റ് ക്ലിയർ ചെയ്ത് എൻ്റെ നെക്സ്റ്റ് അടിച്ചു. ഇനി നമ്മളെ ലൊക്കേഷൻ ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കൊടുത്തേണം. ഇനി നമ്മൾ ഇതിൻ്റെ ഇതുണ്ടല്ലോ ട്രാപ്സ്, നമ്മൾ ട്രാപ്സ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫയല് അതൊന്ന് ജസ്റ്റ് ട്രാപ്സ്. അത് നമ്മുടെ ഇതാണ് എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറഞ്ഞാൽ EXE. ജസ്റ്റ് ചൂസ് ചെയ്യണം, നമുക്ക് കിട്ടി. ഈ ഫയൽസ് ഈ ക്രാഷ് ആൻഡ് വേണ്ട സെലക്ട് ചെയ്തു. ഇതിൽ മറ്റേ 2 ഫോൾഡർ ഉണ്ട്, അത് ആഡ് ചെയ്യണം. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എടുക്കാം, ചൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അടുത്ത ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ലൈസൻസ് ഫയൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. മറ്റേ ലൈസൻസ് കാണിക്കാം, പിന്നെ നമുക്ക് ഇൻഫർമേഷൻ കാണിക്കാം. TTXT ഫയൽസ് ആണ് എൻ്റെ എല്ലാം ആവശ്യമില്ല. നെക്സ്റ്റ് പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഫോൾഡർ. പിന്നെ നമ്മൾ ഔട്ട്പുട്ട് എവിടെ വന്ന് നടക്കണമെന്ന് പറയാൻ വേണ്ടി എന്നുവെച്ചാൽ നമ്മൾ നോർമൽ നമ്മൾ മറ്റേ ബിൽഡ് ചെയ്തില്ലേ ഈ ട്രാപ്സ് യൂണിറ്റി പ്രോജക്ട്സ് അത് വന്ന് കിടക്കും. എൻ്റെ പേരിന് ട്രാപ്സ് സെറ്റപ്പ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് ഒന്ന്. ബാക്കിയൊന്നും കൊടുക്കണ്ട, ബാക്കിന് ഡീഫോൾട്ട് വന്നോളൂ. ഇനി വേണമെങ്കിൽ ഒരു പാസ്വേഡ് കൊടുക്കാം, സെക്യൂരിറ്റി കൂട്ടാൻ. നെക്സ്റ്റ് ഓക്കെ, സേവ് ചെയ്യണമെന്ന് ചോദിക്കും. സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ കൊടുത്താൽ അതങ്ങ് വർക്ക് ആയിക്കോളും. ഒന്ന് ജസ്റ്റ് ഇതായി സേവ് ചെയ്യുമ്പോൾ ഞാൻ വിളിച്ചു പോയാൽ അപ്പോൾ ട്രാപ്സിൻ്റെ ഇൻസ്റ്റാൾ ആവുന്ന നടക്കുന്നുണ്ട്. നേരത്തെ ഞാൻ എന്തോ കൊടുത്തിരുന്നത് നമ്മളെ ഈ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് റൺ ചെയ്യാൻ കൊടുത്തിരുന്നു. അത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അത് വേണ്ട, നമ്മൾ ഒറിജിനൽ ഇൻസ്റ്റാളർ ഉണ്ടല്ലോ, ജസ്റ്റ് ഇൻസ്റ്റാൾ യെസ് കൊടുത്ത് ട്രൈ ചെയ്ത് 22 MB ആണ് ഫയലിൻ്റെ സൈസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.